അല്ല, ഇത് അൾട്ടിമേറ്റാണ്. നമ്മളിങ്ങനൊരു സംഗതി പ്രതീക്ഷിച്ചതല്ല. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കും പോവും. അതിനുള്ളതാണ് ഈ തുടക്കം. എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ബാറ്റിൽ ഷിപ്പ് പൊടംകിൻ എന്ന് പറഞ്ഞ പടം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഇറ്റ് ഈസ് നെഗേഷൻ ഓഫ് സിനിമ. സിനിമയെ മൊത്തമായിട്ട് നിരാകരിക്കുന്നതാണ്. കാരണം സിനിമ തുടങ്ങുന്നത് ബാറ്റിൽ ഷിപ്പ് പൊടംകിനിലാണ്, ക്രിയേറ്റീവായ സിനിമ. അപ്പോൾ അത് നിരോധിക്കപ്പെടുകയാണെങ്കിൽ നാളെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് മഹാത്മാഗാന്ധിയെ നിരോധിക്കും. അതിന് ഈക്വലാണ്. മഹാത്മാഗാന്ധിയെപ്പറ്റി സംസാരിക്കരുത് നാളെ നമ്മളോട് പറയും. അതിൻ്റെ തുടക്കമാണിത്. കാരണം അത്രയും ഭീകരമായിട്ടാണ് ഞാൻ കാണുന്നത്. ബാറ്റിൽ ഷിപ്പ് പൊടംകിൻ കാണിച്ചില്ലെങ്കിൽ പിന്നെ സിനിമ കാണിക്കണ്ട, ഫെസ്റ്റിവൽ വേണ്ട. അപ്പോൾ കാരണം അതിപ്പോൾ എന്നോട് പ്രേമേന്ദ്ര മജുംദാർ, നമ്മുടെ ഫിർഫസ്കിയുടെ അദ്ദേഹം പറഞ്ഞു, ഏതോ ഒരു ക്ലർക്ക് നോക്കി റയറ്റ് എന്ന് പറഞ്ഞപ്പോൾ കട്ട് ചെയ്യും. ഈ ക്ലർക്കുമാരാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതോ ഒരു ക്ലർക്ക്, കാരണം നമ്മുടെ ഭരണത്തലവന്മാർ ക്ലർക്കുകളെക്കാളും താഴെയാണ്. കുറച്ച് മുമ്പ് നമ്മളുണ്ട് വന്ദേ മാതരം എന്ന് പറഞ്ഞ നമ്മുടെ പാട്രിയോട്ടിക് സോങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം വന്ദേ ഭാരത് എന്നാണ് പറഞ്ഞു. വന്ദേ മാതരത്തെ ഒരു തീവണ്ടിയാക്കുന്നവരവർ. അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. പ്രൊട്ടസ്റ്റ് ചെയ്ത് എതിർത്ത് ഇപ്പോൾ കൽക്കട്ട, ഇപ്പോൾ എന്നോട് ഗൗതം ഘോഷ് പറഞ്ഞു, കൽക്കട്ട ഫിലിം ഫെസ്റ്റിവൽ ഇതേപോലെ നിരോധനം ഉണ്ടായിട്ടും അവരത് കാണിച്ചു. കാരണം അവിടെ മമതാ ബാനർജിയുടെ ഗവൺമെൻറ് കാണിച്ച ധൈര്യം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കാണിക്കണം. അത്രയും എനിക്ക് പറയാം.